എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഞങ്ങൾ തിരുവാതിര പഠിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഒരു ചലഞ്ച് ചെയ്യാന്ന്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുറേ ചലഞ്ച് ആരപ്പോൾ ഇവർക്ക് അതൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ചലഞ്ച് കണ്ടുപിടിച്ചാണ്. എന്താ ചലഞ്ചിന് ഒച്ച പറയാ? അപ്പോൾ ആ ചലഞ്ചാണ് നമ്മൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയില്ല, കോമഡി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട്. ഷെസ ആണ് നമ്മള് വീഡിയോ എടുക്കുന്നത്. ഷെസക്ക് മുഖം കാട്ടാൻ വേണ്ടി ചെറിയ മടിയുണ്ട്. അപ്പൊ ഷെസ ഒന്ന് കാണിച്ചു കൊടുത്താ മറ്റേ ടാബിൽ ടൈം വെച്ചിക്കണേ. ടൈമർ ഓൺ ചെയ്യട്ടെ. വാവച്ചിയും ദേവിക്ക് പോയി, പുണ്യം പോയി. ഇനി ഇവര് രണ്ടാളുള്ളൂ. വെള്ളം പൊട്ടി 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 പൊട്ടി. ചെറുപ്പ ചിരിക്കട്ടാ വേറെ ചിരിക്കേ. തോറ്റു കൊടുക്കാൻ പാടില്ല. ഹലോ ഗൈസ്, ഇവര് 1 മിനിറ്റോളം പിടിച്ചു. 1 മിനിറ്റ് കഴിഞ്ഞു പോയി ഗൈസ്. യെസ് യെസ്, 1 മിനിറ്റ് കഴിഞ്ഞു. കുറച്ച് അങ്ങോട്ട് നീക്കി വെച്ചു. എടി ഓര് കാണിച്ചു കൊടുക്കേ. നീ അവര് കാണിച്ചു. അപ്പൊ അവള് പോയി. അപ്പൊ പിന്നെ സമ്മതിച്ച് എനിക്ക് പറ്റില്ല. ഞാൻ ബാത്റൂമിൽ നോക്കാ തല വെള്ളത്തിൽ മുക്കിയിട്ട് കുറെ നേരം പിടിച്ചേക്കൂ. അപ്പൊ ഇവളൊക്കെ സമ്മതിക്കണം. എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ വിന്നർ ഈസ് ആര്യനന്ദ. അപ്പൊ ഗായ്സ് എത്ര മിനിറ്റ് ആയെന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് ആരും ഉണ്ടാവില്ല. ചിലപ്പോ 1 മിനിറ്റ് 50 58 ആ ടൈം പറ്റിയിട്ടുണ്ടാവും. 2 മിനിറ്റ് അവിടെ നിന്ന് തന്നെ സമ്മതിക്കണം. ടൈം ഒന്ന് കാണിച്ചു കൊടുത്തേ. ആരോഗ്യക്ക് വേണ്ടി എല്ലാവരും ക്ലാപ്പ് ചെയ്യുക. അപ്പൊ എല്ലാരും ആരോഗ്യക്ക് വേണ്ടി കമന്റും ലൈക്കും ചെയ്യുക. അപ്പൊ ഗായ്സ് എല്ലാരും അടിച്ചുപൊളിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി എന്തെങ്കിലും ചലഞ്ച് നമുക്ക് എന്താ ചെയ്യുമ്പോ നമുക്ക് ദേവികനെ പറ്റി നമുക്ക് പറയാം. ദേവിക നല്ല ഡാൻസ് കളിക്കും, കരാട്ട മാസ്റ്റർ ആണ്. പിന്നെ സീനായിട്ട് ദേവിക. എന്ത് ചലഞ്ച് ചെയ്യാ? ഇതൊക്കെ കിട്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാ? ഇവിടെ ഫുള്ള് കലാകാരിയാണ്, അഭിനയം വെച്ചത് എന്തൊക്കെ പറയാ നമ്മള്. അപ്പൊ ഇനി കാഴ്ച നമ്മള് ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഞാന് ദേവികന്റെ പോലെയാണ്. എന്റെ പോലെ ആനന്ദിന്റെ പോലെ, ഞാൻ ദേവികന്റെ പോലെ, ദേവിക പുണ്യന്റെ പോലെ, പുണ്യ ആനന്ദന്റെ പോലെ. ഷെസപ്പ വീഡിയോ എടുക്കാണല്ലോ, അതുകൊണ്ട് പറ്റില്ല. അപ്പം അങ്ങനെ ഇപ്പൊ ഞാൻ ദേവികന്റെ പോലെ അഭിനയിക്കണം, ദേവിക പുണ്യന്റെ പോലെ അഭിനയിക്കണം, ആനന്ദന്റെ പോലെ അഭിനയിക്കണം. അപ്പൊ അതാണ് ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് എന്താണ് പറയുന്നത്, ഇങ്ങനെ ആക്കുമ്പോ ഇപ്പൊ ഞങ്ങളെല്ലാരും ഞങ്ങളെ ഉള്ളിലുണ്ട മനുഷ്യന്മാര് പുറത്ത്, ഇപ്പൊ ദേവികന്റെ ഉള്ളിലുണ്ട മനുഷ്യൻ ഇന്റെ അടുത്തേക്ക് വരും, ഇന്റെ മനുഷ്യന്റെ ആനന്ദന്റെ അടുത്തേക്കും പോകും. അങ്ങനെ പേരിപ്പോ പറഞ്ഞിരുന്നല്ലോ, അത് നമ്മളെ പുണ്യമോൾ, നമ്മളുടെ കലാകാരിയായ സ്വർണ്ണക്കട്ടയായ ദേവിക. പിന്നെ ഇതാണ് ആര്യനന്ദ. ശ്വാസം പിടിക്കൽ കുട്ടിയാണ്. ശ്വാസം വിട്ടീന്നാ ഒട്ടേക്കറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ചെയ്യാൻ ഗൈസ്. അപ്പൊ ഈ ദേവിക ഉമ്മ വേണം തോന്നണേ ഇപ്പളെ തോളത്ത്. അപ്പൊ നമുക്ക് ചലഞ്ച് ഗൈസ് നമ്മളിത് ചെയ്യാൻ പോവാണ്. ഞാൻ ഇപ്പൊ ആരുടെ ദേവികായിട്ട് മാറാൻ പോവാണ്.
പറയാം ഇതെന്ത് ചെയ്യേ എന്റെ പേര് ആയിരുന്നെന്താന്നാണ്. അവളെപ്പോഴും ഇങ്ങനെ പിടിക്കാറുണ്ട്. അത് അവളെ അഭിനയിക്ക് സ്പീഡ് നോക്കുന്നത് അങ്ങനെ കൈ വീശി നടക്കാനും വെച്ചില്ല ഇങ്ങനെ നടക്ക. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഒരു കട്ടുണ്ടാവും അവൾക്ക്. ഇപ്പൊ നോക്കിയാൽ തന്നെ ഇങ്ങനെ ചിക്കണേ. പിന്നെ ഇനി ആരാണ് ഇനി ദേവിക? ഹലോ, എൻ്റെ പേരാണ് പുണ്യ. പുണ്യ എപ്പോഴും ടൈം നോക്കും. പിന്നെ ഇവിടെ തലയിൽ പേനുണ്ടോന്ന് പോലെ ഞങ്ങൾക്ക് അറിയില്ല, എന്നാലും ഉണ്ടാവും ഇങ്ങനെ ഒരു ചൊറിച്ചിൽ ഗായ്സ്. ഇവർക്ക് എല്ലാവർക്കും തല ഇങ്ങനെ ചെറിയ ശീലുണ്ട്. അങ്ങ് പറയല്ലടി. ഞാന് സാഡായിട്ട് അഭിനയിക്കാണ്. ഞാൻ അഭിനയിക്കാൻ പോകുന്നത് നമ്മുടെ ക്യാമറമാൻ ഷെസായിട്ട് അഭിനയിക്കാൻ പോവാണ്. ഞാൻ അഭിനയിച്ചു തരാം. എപ്പോഴും തട്ടിടും. തട്ടടല്ലേ, ഞാൻ കാണിച്ചു തരാളത്. മുടി ഒന്ന് പോകും ഇങ്ങനെയാ ഷാള് ഡെലിപ്പളെ ഒരാൾ പിണങ്ങിയാണ് ഷസാണ് ഞാനും ഞാവാൻ പോണത്. എന്താണ് ഞാൻ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ എന്റെ അനിയത്തിക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ കേട്ടാ. ചെയ്യലില്ല. കുട്ടിക്കൊക്കെ മുട്ടായി കൊടുക്കും. അനിയത്തിനോട് അങ്ങനെ ചെയ്യലില്ല കേട്ടാ. എന്റെ അനിയത്തിനോട് ഞാൻ അങ്ങനെ ശരി എന്താണ് എന്റെ മുടിയൊക്കെ എന്റെ മുടി രസമുള്ള മുടിയാണ്. അങ്ങോട്ട് മുടി കിട്ടാൻ വേണ്ടി ഭാഗ്യം ചെയ്യണം. ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ മുടി കെട്ടാൻ വേണ്ടിയിട്ടാണ്. എടി ഞാൻ എന്താണ് ചെയ്യാ? എനിക്ക് ഡാൻസ് കളിക്കണടി. ഞാൻ തോര കാട്ടിക്കൂട്ടലാണ്. ഇവള് ആ ബുദ്ധിമുട്ട് ഞങ്ങൾക്കേ മനസ്സിലാവുള്ളൂ ഗൈസ്. അപ്പൊ ഞാനില്ല എന്തെങ്കിലും ചെയ്യുമ്പോ അപ്പൊ ചെയ്യാൻ പാടില്ല അങ്ങോട്ട് പറയും. പിന്നെ അവളെ ഏറ്റവും വലിയ ഇതാണ് ഏടിയൊരു സ്വകാര്യം പറയട്ടെടി. ഞാൻ ഇപ്പൊ ഇവിടെ എന്നോട് പറയും സ്വകാര്യം പറയട്ടെ. ഞാൻ ആരോടും പറയൂല. എന്നാലും ഞാൻ എൻ്റെ അമ്മാനോട് പറയൂട്ടെ. എൻ്റെ അമ്മാനോട് പറയാത്ത ഒരു സീക്രട്ടായിട്ടില്ല. ഞാൻ പറയൂട്ടാ. എടാ ഒരു കുഴപ്പം നീയല്ല. എടാ പറയണതിനൊക്കെ പ്രശ്നം ഉണ്ടടി. എൻ്റെ അമ്മാനോട് അറിയാത്തൊരു കാര്യം ചെയ്യടി. ചിലപ്പോൾ പറയുള്ളൂ കേട്ടാ. എങ്ങനും പറയും. ഈ 5ാം ക്ലാസ്സിൽ നിന്ന് എന്നോട് പറഞ്ഞു ഞാൻ ആരോടും പറയൂലെന്ന്. ഇനി ഇത് ഫർഹാനാണ് ഞാനിപ്പോ ഇവളെ പറ്റി എന്തോ പറയും പറഞ്ഞു. അപ്പൊ ഇവിടെ ചിന്നോട് അതില്ല കാര്യം എന്നോട് പറയാൻ തോന്നുന്നുണ്ട്. എന്നാലും എന്നോട് പറയാതെന്നും പറഞ്ഞു ചെയ്തേക്കണം. പറയാതെ പറ്റൂലടി. പറയുന്നറിയ അതെന്താണെന്നറിയോ സാറ് എന്നെ പറ്റി പറഞ്ഞടി. പറയാതെ പറ്റൂല. സാറോടും പറയാതിട്ടാ. ഇങ്ങനത്തെ വർത്താനം ആൾക്കുണ്ട്. 5ാം ക്ലാസ്സിന് പോലെ ഞാൻ ഒരിക്കലും മറക്കൂല. ഞാൻ ഇന്ന് എന്തേലും ഫർഹാനെ പറ്റിയിട്ടല്ല എന്തോ പറഞ്ഞു. എന്തോ കുറ്റല്ലട്ടെ ഗൈസ്. നിങ്ങൾ അതൊന്നും വിചാരിക്കണ്ട. എന്തോ പറഞ്ഞേല് എന്തോ പ്രശ്നമായി. പിന്നെ ഞങ്ങള് തിരിച്ചൊക്കെയാണ്. ഇപ്പൊ ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്താ എന്റെ ഉമ്മക്ക് അന്നൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ. നല്ലപോലെ കാണിക്കും. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് വരെ കട്ടകളാണ്. എന്താ കരിയ ഒരു ബായ് കാര്യം പറയാം. ലാസ്റ്റ് എല്ലാരും നിൽക്കിവിടെ അപ്പൊ ഇത് ഷെസന്റെ ഷാളാണ്. ഷെസക്കന്നെ കൊടുക്കാം നമുക്ക്. ഓരോ കുസൃതികൾ ഇതാണ് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഇത് വീഡിയോ നമ്മുടെ കുഞ്ഞമോളാണ്. അപ്പൊ അങ്ങനെ എടുക്കാം. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം തെറ്റല് പിടിക്കലൊക്കെ എല്ലാ ഫ്രണ്ട്ഷിപ്പിലും
ഉണ്ടാവും, ഞങ്ങളെ കുറച്ച് കൂടുതലാണെന്നുള്ളൂ. എന്നാൽ ഞങ്ങളെ വൈബ് ഒരു സെറ്റ് വൈബ് തന്നെയാണ്. അപ്പൊ